രാജ്യത്തിന് തന്നെ അപമാനമായി തുടരുകയാണ് ദുരഭിമാനക്കൊലകൾ. പ്രണയവിവാഹത്തിന് 18 മാസത്തിനു ശേഷം യുവാവിനെ കൊന്നത് വധുവിന്റെ വീട്ടുകാർ. ബീഹാറിലെ മുസാഫർപൂർ ജില്ലയിലാണ് സംഭവം. ബൻഹാരയിൽ താമസിക്കുന്ന ആയുഷ് കുമാർ എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. വീട്ടിൽ കയറി വെടിവെച്ച് കൊല്ലുകയായിരുന്നു ആ പാവം യുവാവിനെ. ഭാര്യ, പിതാവും സഹോദരന്മാരുമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് ആദ്യ നിഗമനങ്ങൾ. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഡിവൈഎസ്പി പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ആയുഷ് കുമാറിന്റെ വീട്ടിൽ ആയുധധാരികളായിട്ടുള്ള ഒരു സംഘം ആളുകൾ എത്തുകയാണ്. അതിക്രമിച്ച് വീടിനുള്ളിൽ കയറുന്നു. വീടിനുള്ളിലുണ്ടായിരുന്ന ആയുഷ് കുമാറിനെ വെടിവെച്ച് കൊല്ലുന്നു. വെടിയേറ്റ ആയുഷ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സ്വന്തം പിതാവും സഹോദരന്മാരുമാണ് കൊന്നതെന്ന് ആയുഷിന്റെ ഭാര്യ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആയുഷിന്റെ ഭാര്യയുടെ പേര് തന്നു കുമാരി എന്നാണ്. 1.5 വർഷം മുമ്പായിരുന്നു രണ്ടുപേരുടെയും വിവാഹം. വിവാഹം കഴിഞ്ഞതു മുതൽ മാതാപിതാക്കളും സഹോദരങ്ങളും സദാസമയം ഭീഷണി മുഴക്കിയിരുന്നുവെന്നാണ് തന്നുകുമാരി, ആയുഷിന്റെ ഭാര്യ, പറയുന്നത്. मम्मी पापा मामा लोग आपका क्या नाम है? तन्नू कुमारी। मृतक का नाम? आयुष कुमार। शिवाई पट्टी। कितना दिन पहले शादी हुआ था? 1.5 साल पहले। 1.5 साल पहले हुआ था। कौन तारीख को हुआ? 15 अगस्त 2024। प्रेम विवाह के कारण हत्या की गई है। हाँ। തന്നുകുമാരി പറഞ്ഞത് കേട്ടല്ലോ. തൻ്റെ അച്ഛനും സഹോദരങ്ങളുമാണ് തൻ്റെ ഭർത്താവിനെ, തൻ്റെ ദാമ്പത്യ ജീവിതം ഇല്ലാതാക്കിയതെന്ന്. തന്നുകുമാരിയും ആയുഷും വിവാഹം കഴിക്കുന്നത് ഏതാണ്ട് 1.5 വർഷം മുമ്പാണ്. കൃത്യമായി പറഞ്ഞാൽ 2024 ഓഗസ്റ്റ് 25-ന്. മിശ്ര വിവാഹത്തിൽ പെൺകുട്ടിയുടെ കുടുംബം വലിയ എതിർപ്പിലായിരുന്നു. ഒരേ ഗ്രാമത്തിൽ തന്നെയുള്ളവരാണ് ഈ 2 കുടുംബങ്ങളും. പക്ഷേ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ ഉണ്ടായിരുന്നു അവർ. അന്ന് മുതൽ തന്നെ ഈ 2 കുടുംബങ്ങൾക്കിടയിലും വലിയ തോതിൽ തർക്കം നിലനിന്നിരുന്നു. ആയുഷിന്റെ കൊലപാതകത്തിന് പിന്നാലെ വളരെ ഭീതിതമായിട്ടുള്ള അന്തരീക്ഷമാണ് ആ ഗ്രാമത്തിൽ ഉരുത്തിരിഞ്ഞത്. ആയുഷിന്റെ കൊലപാതകത്തെ തുടർന്ന് ആ പ്രദേശം പൂർണ്ണമായിട്ടും സംഘർഷഭരിതമായി മാറി. ആയുഷിന്റെ വീട്ടുകാരും ബന്ധുക്കളും സംഘം ചേർന്നു പ്രതികാരം ചെയ്യും എന്ന മട്ടിൽ. അങ്ങനെ പോലീസ് എത്തി. പോലീസ് ഒരു വലിയ സന്നാഹത്തെ അവിടെ വിന്യസിച്ചാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. ഇനി ഒരു ദുരഭിമാനക്കൊല എന്നുള്ള നിലയിൽ മാത്രമല്ല പോലീസ് ഈ കേസിനെ, ഈ ആയുഷിന്റെ കൊലപാതകത്തെ നോക്കിക്കാണുന്നത്. കാരണമുണ്ട്. ഈ മരിച്ച ആയുഷ് കുമാറിന് ചില ക്രിമിനൽ പശ്ചാത്തലവും ഉണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ആ ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള വൈരാഗ്യമോ ഏതെങ്കിലും പ്രതികാരമാണോ ഈ കൊലപാതകത്തിന് കാരണമെന്ന് അന്വേഷിക്കുന്നുണ്ട് പോലീസ്. വ്യക്തിവൈരാഗ്യം, ഗുണ്ടാക്കുടിപ്പക എന്നീ സാധ്യതകളൊക്കെ പോലീസ് പരിശോധിക്കുന്നുവെന്നാണ് ആ പോലീസ് സംഘം അറിയിക്കുന്നത്. സംശയമുനയിലുള്ള പലരെയും ചോദ്യം ചെയ്യുന്നുമുണ്ട്. ദണലും ആ വീട്ടിലെത്തി ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും ഒക്കെ പരിശോധന നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചിട്ടുമുണ്ട്. ആ വെടിയേറ്റ രീതി, വെടിയേറ്റ തോക്കിൽ നിന്ന് ലഭിച്ച ഉണ്ട, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കാം പക്ഷേ കൂടുതൽ വ്യക്തതയിലേക്ക്, ഒരു കൺക്ലൂഷനിലേക്ക് പോലീസ് എത്തുക. പക്ഷേ നിലവിൽ ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയുന്നു, എൻ്റെ അച്ഛനും എൻ്റെ സഹോദരന്മാരും തന്നെയാണ് എൻ്റെ ഭർത്താവിനെ കൊന്നത്. കാരണം അവളായിരുന്നു എല്ലാത്തിനും മൂകസാക്ഷി.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.